KJB നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ അവരുടെ ആതിരപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. கோழி புலவர டாலி கோழி சிலங்க காலாளி கோழி தானி நானீன லவே 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 സനീഷ് കുമാർ ഉപയോഗിച്ചുകൊണ്ട് ടിക്കറ്റ് കൗണ്ടർ മറ്റേ സ്വാഗതം പറയാനാണ് എൻ്റെ ഇന്നത്തെ ഉദ്ഘാടനം ബഹുമാനം അദ്ദേഹമാണ്. അദ്ദേഹം വളരെ കഴിവ് തന്നെ ജനറൽ സെക്രട്ടറിയിലേക്ക് വരും. ഇവിടെ മാത്രമല്ല കേരളത്തെ സമ്മതം കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ സനീഷ് കുമാർ ഈ അതിരപ്പള്ളിയുടെ വെള്ളച്ചാട്ടത്തിന്റെ MLA അദ്ദേഹത്തെ എൻ്റെ പേരിലുമാണ്. പിന്നെ ഇന്നത്തെ വിശിഷ്ടാതിഥി അദ്ദേഹത്തിന്റെ എല്ലാ ഡ്രീംസും നമ്മളുടെ ബഹുമാനപ്പെട്ട MP ആണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള പരിപാടികൾ വളരെ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം വനസംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും അങ്ങേയറ്റം പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴും പരിസരത്ത് അധിവസിക്കുന്ന ജനവിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തുല്യമായ പ്രാധാന്യം കൊടുത്തു തന്നെയാണ്. ലോകത്തെല്ലായിടത്തും വനമുള്ളിടത്ത് വനാതിർത്തിയിൽ സംഘർഷമുണ്ട്. കേരളവും വ്യത്യസ്തമാണ്. പക്ഷെ നമുക്ക് അവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വകുപ്പായി വനം വകുപ്പിനെ മാറ്റണം എന്ന് തന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഞാൻ ആദ്യമായിട്ടുള്ള ധനമന്ത്രിയായ സത്യത്തിൽ ഞാൻ ആദ്യം വനത്തിലേക്ക് വന്നത് ഇവിടെ തന്നെയാണ്. അന്ന് അവിടെ ശ്രീ മോഹൻ്റെ മരണത്തെ തുടർന്ന് വീട് സന്ദർശിക്കാൻ റിവ്യൂ നടത്താൻ അന്നെടുത്ത തീരുമാനപ്രകാരം 100 പേര് കഴിഞ്ഞ ഏകദേശം 1.5 മാസക്കാലമായി ജീവൻ പണയം വെച്ചുകൊണ്ട് ഇതിനെ ഓടിക്കുന്ന ശ്രമത്തിലാണ്. അന്ന് ഞങ്ങൾക്ക് കണക്ക് കിട്ടിയപ്പോൾ 18 ആനകളായിരുന്നു ജനവാസ മേഖലയിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. കാട് മുറിച്ചിങ്ങോട്ട് വരുന്നതല്ല, സ്ഥിരമായിട്ട് ആ പ്രദേശത്തുണ്ടായിരുന്നു. അതിനെയൊക്കെ ഓടിച്ച് വിടാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഞാനടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് വാങ്ങിക്കുന്നുണ്ട്. എവിടൊക്കെ ഇൻട്രൂഷൻസ് ഉണ്ടാകുന്നു നോക്കുന്നുണ്ട്. പക്ഷെ ചിലരെങ്കിലും ഈ അധ്വാനം കാണുന്നില്ല, കണ്ടതായി നടിക്കാതെ ഉള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ എനിക്കൊരു കാര്യമേ ഉള്ളൂ പറയാനുള്ളത്. അവരുടെ മനോവീര്യം തകർക്കരുത്. നാടിനെ സംരക്ഷിക്കാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞ 278 ദിവസമായ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചതിൻ്റെ കാര്യമാണ്. ഇപ്പോൾ വനത്തിനകത്തുനിന്ന് ആന ഇറക്കലെന്ന് പറഞ്ഞാൽ നമുക്ക് തടയാൻ ഒക്കത്തില്ല. റോഡിലോട്ട് ഇറങ്ങുന്നു കാര്യങ്ങൾ. തീർച്ചയായും അവിടെ പ്രധാനമായ ഒരു കാര്യം ഇവിടെ നിന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കുമ്പോൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആന ഭീഷണിയാണെന്ന് പറയുമ്പോൾ
ആനയ്ക്ക് കുടിക്കാൻ പോകുന്ന വെള്ളം കുടിക്കാൻ പോകുന്ന പുഴയിലേക്കുള്ള അല്ലെങ്കിൽ ആ ആനത്താരെ അടച്ചു വെച്ചുകൊണ്ട് പോകുന്നവരാണ് ജനങ്ങൾക്ക് ഈ ഉപദ്രവം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ആനയ്ക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഇനി ആരെന്ത് ചെയ്താലും ഏതെങ്കിലുമൊക്കെ മാറും. പരവേശം വന്നു കഴിഞ്ഞാൽ മനുഷ്യനും ചെയ്യുന്നത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അതിനൊക്കെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് ആനയുടെ താരകൾ പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. പുനഃസ്ഥാപിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കത്തുള്ളൂ. മറ്റൊന്നിലേക്ക് ഞാൻ കടക്കുന്നില്ല.